കൃഷ്ണപുരം 1686 നമ്പർ SNDP ശാഖായോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഇതിനോടനുബന്ധിച്ച് സമ്മേളനം നടന്നു. കൃഷ്ണപുരം 1686 നമ്പർ SNDP ശാഖായോഗത്തിൽ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ, യൂണിയൻ കൗൺസിലർമാരായ സജിത് കുമാർ മാമ്പ്രക്കന്നേൽ, പനക്കൽ ദേവരാജൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനമേറ്റത്. സഹോദര സമുദായ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് സ്ഥാനത്തിരിക്കുക എന്നത് മാത്രമല്ല, ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് ഒരു മന്ത്രി അധികാരം ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായി നമ്മളെ കാണിച്ചു തന്നത് ആർ ശങ്കർ. ആർ ശങ്കറിനെ പോലെ ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി താഴെ തട്ടിക്കിടക്കുന്ന സമുദായങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ്, എല്ലാ മേഖലയിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന ഒരു സമുദായം. ആ സമുദായത്തെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, SNDP യോഗം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഐഡിയയാണ്. SNDP യോഗം എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. പുതുതായിട്ടൊരു ഭരണസമിതി വന്നിരിക്കും. ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലിൽ വളരെ മികച്ച ഒരു ടീമാണ് വന്നിരിക്കുന്നത്. ശ്രീ ദേവരാജൻ ഉൾപ്പെടെ ചിദംബരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജ്വലിക്കുന്ന പ്രതിഭയാണ് ഇവിടുത്തെ സെക്രട്ടറി എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിനെ നമ്മളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ഏത് കാര്യവും ഇൻവോൾവായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ എല്ലാം വളരെ സജീവമായിട്ട് ഞാനുമായിട്ട് ഈ ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. പ്രസിഡന്റായി ദേവരാജൻ പ്രണവത്തെയും വൈസ് പ്രസിഡന്റായി രാധാകൃഷ്ണൻ ദിവ്യാഭവനത്തെയും സെക്രട്ടറിയായി കെ ചിദംബരൻ പുഷ്പാലയത്തെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രഞ്ജു ഉഷസ്, കൃഷ്ണൻകുട്ടി കുതിരക്കുടി തെക്കതിൽ, സോമൻ ബിപിൻ ഭവനം, മോഹനൻ വിഷ്ണു ഭവൻ, രാജൻ പ്രകൃതി, രാജൻ കാൽപ്പാട്, പ്രസാദ് എന്നിവരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായി രാജീവ് ഭവനം, ശ്രീകുമാർ കളീക്കൽ, ശ്രീകുമാർ ദ്വാരക എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.